ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുത്. പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെയൊക്കെ വീടുകളിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ഒത്തിരി പാത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയോടുകൂടി തന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളത് തുറക്കുന്ന സമയത്ത് ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പാത്രങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാഡ് സ്മെൽ ഇല്ലാണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വെള്ളമൊക്കെ പോവാനായിട്ട് കമത്തി വെച്ചതിന് ശേഷം ജസ്റ്റ് ഞാനൊന്ന് അടച്ചു വെച്ചതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ചെറിയൊരു ലഞ്ച് ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇതുണ്ടല്ലോ, ഇതൊക്കെ ഞാൻ കഴുകി വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ലാതെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം, കഴുകിയതിന് ശേഷം അത് നല്ലപോലെ വെള്ളം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടച്ചു വെക്കാവൂ കേട്ടോ. അതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചതിന് ശേഷമാണ് നമ്മളത് അടച്ചു വെക്കുന്നത് വെച്ചാൽ അതിൽ പൂപ്പലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വെള്ളത്തോടു കൂടി ഒരു കാരണവശാലും നമ്മൾ അടച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവുന്ന ഐറ്റംസ് തന്നെയാണ് ഏലക്കായും ഗ്രാമ്പും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഈ രണ്ട് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആദ്യത്തെ പാത്രത്തിൽ ഇതുപോലെ ഒരു 4 ഏലക്കയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ആ ലിഡ് വെച്ചതിന് ശേഷം രണ്ടാമത്തെ ബോക്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഗ്രാമ്പുമാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ലിഡ് വെച്ച് മൂന്നാമത്തെ ബോക്സിൽ ഏലക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പാത്രത്തിൽ കൂടി 2 ഏലക്കയൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഏലക്ക ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സുകൾ ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടൊരു കുഞ്ഞ് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് കൂടിയുണ്ട്. അതിൽ ഞാൻ ഇതേപോലെ ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഇല്ല എങ്കിൽ ഗ്രാമ്പ് യൂസ് ചെയ്താലും മതി. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എടുക്കാത്ത പാത്രമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഗ്രാമ്പോ ഏലക്കൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒട്ടും ബാഡ് സ്മെൽ ഉണ്ടാവില്ല. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. കിച്ചണിൽ പാറ്റശല്യം കൂടുതലുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ സിങ്ക്. അതേപോലെ തന്നെ എത്ര ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ബാഡ് സ്മെല്ല് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് സിങ്ക് ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിത് ആ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്ക് നല്ല പോലെ ഒന്ന് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിതാ സിങ്കിൻ്റെ എല്ലാ വശവും ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സിങ്കൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഈ സോപ്പിൻ്റെ ലിക്വിഡിൻ്റെ പതയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളഞ്ഞെടുക്കണേ. അപ്പോൾ ഞാനിതാ എല്ലാ ഭാഗവും ഇതേപോലെ പതയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഹോൾസിലുള്ള വേസ്റ്റും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരു തവണ കൂടി ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഡെറ്റോളാണ്. അപ്പോൾ ഡെറ്റോളിൻ്റെ ലിഡിന് ഒരു മൂടി ഡെറ്റോളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് സിങ്കിൻ്റെ ഹോളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊരു ചെറിയ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചുരുട്ടിയിട്ട് ആ ഹോൾസ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ വരുന്ന സമയത്തായാലും സിങ്കിൽ നിന്നുള്ള ബാഡ് സ്മെല്ലോ അതല്ലെങ്കിൽ പാറ്റ പ്രാണികളോ ആ ഒരു ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ പിന്നീട് പാത്രം കഴുകാൻ യൂസ് ചെയ്യാവൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. സാധാരണയായിട്ട് നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ ഒരു മുറിയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന മുറി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങയുടെ ഉൾഭാഗത്ത് നന്നായിട്ട് കൊഴുപ്പ് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ റെമഡിയാണിത്. റണ്ണിങ് വാട്ടറിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകിയെടുക്കുക. തേങ്ങയുടെ ഉൾവശം നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞ് നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞാലും ആ ഒരു വഴുവഴുപ്പില്ലാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പില്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം.
മഴക്കാലത്ത് തണുപ്പ് കാരണം ഭൂരിഭാഗം ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കൈകാൽ വേദന. അതല്ലെങ്കിൽ ഒരുപാട് എഴുതുന്ന സമയത്തോ അല്ലെങ്കിൽ ഒത്തിരി നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാകുന്നത് തന്നെയാണ് കൈയും കാലൊക്കെ വേദന ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു സമയത്ത് പല ആളുകളും മെഡിസിനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ മെഡിസിൻ യൂസ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പഴയൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ നാച്ചുറലായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ആയാലും കല്ലുപ്പായാലും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഐറ്റംസ് തന്നെയാണ്. ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇത് ചൂടാകുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചൂടാക്കി എടുക്കരുത്. ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ അതാ എനിക്കിത് നല്ല പോലെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു കിഴി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ പക്ക നൈസായിട്ടുള്ള ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കിഴിയാക്കി കൊടുക്കാം. അപ്പോൾ ഞാനത് കിഴിയാക്കി കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിത് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇതാ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇതേപോലെ ചൂടുള്ള കിഴി വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണോ വേദന വെച്ചാൽ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ കുത്തി കൊടുത്താൽ മതി. കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് എഴുതുന്ന സമയത്ത് അവർക്ക് ഈ ഒരു കണിപ്പിൻ്റെ ഭാഗത്ത് നല്ലപോലെ വേദന വരാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ്. കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് ചൂട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേദനയ്ക്ക് നല്ല ശമനം കിട്ടും. കുറച്ച് സമയം നമ്മളിങ്ങനെ ചൂട് കുത്തുമ്പോൾ തന്നെ ആ ഒരു കിഴിയുടെ ചൂട് കുറഞ്ഞു വരും. ആ ഒരു സമയത്ത് ഇതേപോലെ ദോശപ്പാൻ ഒന്ന് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് കിഴി ഒന്ന് ചൂടാക്കി എടുക്കുക. കിഴി ചൂടാക്കിയതിന് ശേഷം വേദനയുള്ള ഭാഗത്ത് നമുക്ക് ഈ ഒരു കിഴി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒത്തിരി നടന്നാലൊക്കെ നമ്മുടെ ഈ മടമ്പിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വേദനയ്ക്കൊക്കെ നല്ലൊരു റെമഡിയാണ് കേട്ടോ. ഇന്നത്തെ ടിപ്സ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.